ഹരമായിട്ട് ഒരു 10 ഏക്കറോളം കൃഷി ചെയ്യുന്നുണ്ട്. നഷ്ടമൊന്നുമില്ല. ഒരു 12 കിലോ. പഞ്ഞിയില്ലേ, പഞ്ഞി ചെറിയ ഗുളികളാക്കിയിട്ട് ഉരുട്ടിയിട്ട് പിന്നെ ശർക്കരയ്ക്കകത്ത് മുക്കി അവിടെ ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. അപ്പം പന്നി വന്ന് ഈ എലി വന്ന് തിന്നുമ്പം ഈ ശ്വാസകോശം അടഞ്ഞിട്ട് ചത്തു. മരങ്ങളൊന്നും ഇല്ല എങ്കിൽ ഇതുപോലെ ഫ്രെയിം ഉണ്ടാക്കി ഫ്രെയിമിൻ്റെ മണ്ടയ്ക്ക് പാനിൽ വെക്കുക. സർക്കാരിന് VOC വഴി സബ്സിഡി കിട്ടുന്നുണ്ട്. നമുക്കൊരു 35 രൂപയോളം താഴെ വരുന്നുള്ളൂ ഒരേക്കറിന്. നമുക്ക് ഒരു 5 ലക്ഷം രൂപ കയ്യിലെടുക്കാം. നമുക്കൊരു 2 ലക്ഷം മുടക്കിക്കൂ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. മകരക്കുത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു കർഷകൻ എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട റാന്നി ജില്ലയിലുള്ള ഒരു കർഷകനാണ്. നന്ദകുമാർ എന്നാണ് ആ ചേട്ടൻ്റെ പേര്. എന്തായാലും ചേട്ടനെ പറ്റി ഒരു ബ്രീഫ് ഐഡിയ ഞാൻ ആദ്യം തന്നെ പറയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പത്തനംതിട്ടയിലൊരു കേബിൾ ഓപ്പറേറ്റർ റീച്ചേട്ടനാണ് ഈ കർഷകനെ എനിക്ക് പരിചയപ്പെടുത്തി തരുന്നത്. റീച്ചേട്ടൻ ഒരു കർഷകനാണ്. അദ്ദേഹം പറഞ്ഞിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ നന്ദകുമാറിൻ്റെ അടുത്ത് വരുന്നത്. അദ്ദേഹത്തെ വിളിച്ചിട്ട് ഞാൻ ആ വരുന്ന സമയത്ത് ആദ്യം ഞാനൊരു 7 മണിയോടുകൂടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ റാന്നിയിലേക്ക് ചെല്ലുന്നത്. ആ സമയത്ത് അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുമ്പോൾ അദ്ദേഹം സൊസൈറ്റി കൊണ്ട് പാലൊക്കെ ഒഴിച്ചിട്ട് അവിടെ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഒരു സ്കൂട്ടറിലാണ്, പാലും പാത്രമുണ്ട്, ചെറിയൊരു ഓക്കച്ചാക്കുണ്ട്, അങ്ങനെയുള്ള സംഗതികളൊക്കെ ആ സ്കൂട്ടറിലുണ്ട്. പിന്നെ ആൾ ജെറ്റ് പോലെ ആ സ്കൂട്ടറുമായിട്ട് നേരെ പോയി പുറകെ ഞാനിങ്ങനെ പോവാണ്. ആളിങ്ങനെ ഓരോ സ്ഥലങ്ങൾ പോയി എന്നെ പരിചയപ്പെടുന്നു. അത് കൃഷി സ്ഥലമാണ്, ഞാനത് ചെയ്യുന്നതാണ്, പാട്ടത്തിനടുത്ത് ചെയ്യുന്നതാണ്. ഏകദേശം 10 ഏക്കർ സ്ഥലത്ത് നന്ദകുമാറേട്ടന് ഈ പത്തനംതിട്ട റാന്നിയിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഒരടിപൊളി കർഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിളകളെയും പരീക്ഷണാടിസ്ഥാനത്തിൽ അദ്ദേഹം കൃഷി ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് നന്ദകുമാർ എന്നാണ്. കൊറ്റനാടാണ്. കൊറ്റനാട് പഞ്ചായത്തിൽ 8ാം വാർഡിലാണ് താമസിക്കുന്നത്. എനിക്ക് കൃഷി ഹരമായിട്ട് ഒരു 10 ഏക്കറോളം കൃഷി ചെയ്യുന്നുണ്ട്. നഷ്ടമൊന്നുമില്ല. പിന്നെ കൃഷിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ അമിതമായി വളമിടാതെ നമ്മുടെ ന്യായമായ രീതിയിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാതെ കിട്ടുന്നുണ്ട്. ഇപ്പം ഞാൻ ചെയ്യുന്നത് വാഴ ഒരു 7000 മൂട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും വെക്കാൻ ഒരുങ്ങുന്നു. 7000 മൂട് വാഴ, കപ്പ, പച്ചക്കറികൾ, പിന്നെ ഇഞ്ചി, മഞ്ഞൾ, എല്ലാ കൃഷികളും ചെയ്യുന്നുണ്ട്. പച്ചക്കറികളെ പാവല്, പയറ്, പടവലം, വെണ്ട, പിന്നെ പ്ലാത്താങ്കര, ചീര, ഇതെല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പം ഒരു 6000 മൂട് കപ്പ ഇട്ട് മേളിലിട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ വാഴ വെച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം തണ്ണിമത്തൻ ഇടാനായിട്ട് കാല ശരിയാക്കുന്നു. ഉണ്ട്. കഴിഞ്ഞ കൊല്ലം 2 ടണ്ണോളം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഓരോ കൃഷിയിടത്തിലേക്ക് ചെല്ലുമ്പോൾ ആ കൃഷിയിടങ്ങൾ കാണാൻ തന്നെ ഭംഗിയാണ് തരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കപ്പയുടെ ഒക്കെ വിളവെടുത്തതിന് ശേഷം അടുത്ത കൃഷി ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഓരോ കൃഷി എടുക്കുന്നതിൻ്റെ നടുവിലൂടെ ചെറിയ തോടുകൾ, കൈത്തോടുകൾ, ആ വെള്ളം എന്നാ ക്ലാരിറ്റി, സ്പട്ടികം പോലത്തെ വെള്ളമാണ്. അപ്പോൾ പുള്ളി പറയുന്നത് എന്താ വെച്ചാൽ ഈ ഒരു കൃഷിയിടത്തിൻ്റെയൊക്കെ ഭംഗി, അല്ലെങ്കിൽ ഈ ഒരു കൃഷിയിടത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ വെള്ളമുണ്ട്, ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളം. പക്ഷേ ഈ വെള്ളം ഒരിക്കലും കര കവിഞ്ഞ് കയറി വന്ന് കൃഷിയിടങ്ങളെ നശിപ്പിക്കത്തില്ല. അതായത് അവിടെ പ്രളയം ഉണ്ടാവില്ല. വേനലിലും മഴക്കാലത്തുമെല്ലാം ഒരേ ലെവലിൽ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടേയിരിക്കും. അത് കൃഷിക്ക് ഭയങ്കര അനുകൂലമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ വേനൽക്കാലത്ത് ഏത് കൃഷി വേണമെങ്കിലും ചെയ്യാം. പച്ചക്കറി കൃഷി വേണമെങ്കിലും ചെയ്യാം, തണ്ണിമത്തൻ കൃഷി ചെയ്യാം. അതിനൊക്കെ ആവശ്യമുള്ള വെള്ളം ഈ തോട്, ഈ കൈത്തോട് ഇങ്ങനെ നൽകിക്കൊണ്ടേയിരിക്കും. അതാ ഞാൻ പറഞ്ഞു, ഈ വെള്ളം കണ്ട് എന്നാ രസം, സ്പട്ടികം പോലെ. ഇത് ആ കൃഷിയിടത്തിന് ചുറ്റുമുണ്ട്. അദ്ദേഹം കൃഷി ചെയ്യുന്ന എല്ലാ പ്രദേശങ്ങൾക്കും ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ട്, ഭൂപ്രകൃതി കൊണ്ടും എല്ലാം അടിപൊളി ഒരു കൃഷി സ്ഥലമാണ് ഈ നന്ദകുമാറിയേട്ടൻ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ. അതിനൊപ്പം തന്നെ ഈ കൃഷിയിടത്തിൻ്റെ മണ്ണ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വളക്കൂറുള്ള മണ്ണുകളൊന്നുമല്ല, ഈ വെട്ടുകല്ലുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെയുള്ള ഒരു സംഗതികളാണ് ഇവിടെ. അദ്ദേഹം അതുകൊണ്ടാണ് ഈ കൂടുതൽ കിഴങ്ങ് വർഗ്ഗങ്ങളും അതുപോലുള്ള കൃഷികളും, ഈ കൂടുതലായിട്ട് വളം ആവശ്യമുള്ള അല്ലെങ്കിൽ വലിയ മരങ്ങളൊന്നും കൃഷി ചെയ്യാതെ ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് കൃഷി ചെയ്യാത്തതും അതുകൊണ്ടൊക്കെ ഉണ്ടായിരിക്കാം ഒരു. പക്ഷേ ഇങ്ങനെയുള്ള കൃഷികൾ, പെട്ടെന്ന് വിളവ് തരുന്ന കൃഷികളൊക്കെ ഇദ്ദേഹം ഇവിടെ ചെയ്ത് നല്ല സക്സസ് ആകുന്ന കാഴ്ചകൾ നമ്മളിത് ഇവിടെ നിന്ന് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഇത് കിഴങ്ങ് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് കൊടുത്തത് തടിയ പവിത്ര എന്ന് പറയുന്ന ഒരു കപ്പയാണ്. ഇത് കൂടുതൽ വിളവ് ഉൽപ്പാദിപ്പിക്കും, വളം തീരെ കുറവ് മതി. എനിക്കൊരു 8 വർഷം മുമ്പ് കൊണ്ട് തന്നതാണ് ഈ കപ്പ. അതുകൂടാതെ ഇപ്പം കൊണ്ട് തന്നേക്കുന്ന 9 വെറൈറ്റി കപ്പ ഇട്ടേക്കുവാണ്. അത് ഒന്നും ആയില്ല, പറിക്കാറായി വരുന്നേ ഉള്ളൂ.
എത്ര കിലോ വരും? ഒരു 12 കിലോ. രുചിയുണ്ട്. അതിന് കൂടാതെ ഇതിന് വളം തീരെ കുറവ് മതി. ഇതെങ്ങനെ നടുന്നൊന്ന് പറയാമോ? നടുന്നത് ഇത് 8 ഇഞ്ച് കാലത്തിൽ കഷ്ണം മുറിച്ച് മണ്ണ് വിട്ട് കൂട്ടി ഞങ്ങൾ നടുകയേ ഉള്ളൂ. അടിവളമായിട്ട് പയർ മാത്രം വാരി വിതയ്ക്കേ ഉള്ളൂ. തടത്തിനകത്ത് വാരി വിതച്ചിട്ട് അത് പൂക്കാറാകുമ്പോൾ ചിരട്ടി കൂട്ടും. അല്ല ഒരു വളവും കിട്ടുന്നില്ല. നമ്മൾ സാധാരണ എടുക്കുന്ന ഒരു നിലത്തുനിന്ന് ഒരു 9 ഇഞ്ച് കടല. എലിശല്യത്തിന് അമോണിയ വാതകം ഞങ്ങൾ പുരം കുത്തി അതിനകത്തെല്ലാം ഒഴിച്ചു കൊടുക്കും. ഈ വലിയ വളർത്ത് അതിന് ചത്തുപോകും. ഇത് ഈ ഒരു കിഴങ്ങ് പിന്നെ എത്ര കാണും? അയ്യോ, അത് ശരിക്കായിട്ട് വളം ഇടുവാണെങ്കിൽ ഒരു മൂട് 100 കിലോ വരെ വരും. അത്രയുണ്ട്. കാരണം ഈ കിഴങ്ങിന് ഭയങ്കര തൂക്കവും വരുന്നത്. പക്ഷേ ഇത് നമ്മൾ വളം കുറച്ചിടുന്നതുകൊണ്ട് അല്ലെങ്കിൽ വിൽപ്പനയ്ക്ക് നടക്കില്ല. തൊരപ്പേലി അല്ലാതെ മറ്റെലികൾ ഇങ്ങനെ കയറി വരുന്നതിന് പണ്ട് നമ്മൾ പിടിക്കാനായിട്ട് ഓലയൊക്കെ വെച്ചിട്ട് അതിനേക്കാൾ നല്ലത് ഇപ്പം നമുക്ക് ചെയ്യാവുന്ന ഒരു ചെറിയ മാർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ അതൊന്നും ഇട്ട് കൊടുക്കണ്ട. പഞ്ഞിയില്ലേ, പഞ്ഞി ചെറിയ ഗുളികളാക്കിയിട്ട് ഉരുട്ടിയിട്ട് പിന്നെ ശർക്കരയ്ക്കകത്ത് മുക്കി അവിടെ ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഈ എലി വന്ന് തിന്നുമ്പം ഈ ശ്വാസകോശം അടഞ്ഞിട്ട് ചത്തു. പന്നിയെലിക്കല്ല, പഞ്ഞിക്കകത്ത് ചുമ്മാ പന്നി ചെറിയ പിന്നെ അതായത് നെല്ലിക്കായുടെ കുരുവിൻ്റെ വലിപ്പത്തിൽ ചെറിയ പിന്നെ ഇതായിട്ട് ഉരുട്ടിട്ട് ശർക്കരയ്ക്കകത്ത് മുക്കണം. ഈ ശർക്കര പുളിപ്പും മണം ആയതുകൊണ്ട് ഇത് വന്ന് രാത്രി എടുക്കുന്നുണ്ട്. ഇത് വിഴുകുന്നുണ്ടെങ്കിൽ ഈ ശർക്കരയുടെ മണം അങ്ങ് പോയിട്ട് ഈ പഞ്ഞി അങ്ങ് വികസിക്കും. അപ്പോൾ ശ്വാസകോശം അടച്ചിട്ട് രക്തം ചത്തു പോകും. ഇവർ ഈ കാശ് മുടക്കി ഈ വലയെല്ലാം വെച്ച് കെട്ടും. എന്നാലും ഈ പന്നി കയറും. അപ്പം അന്നിക്ക് അടി കിട്ടും. അതുകൊണ്ട് വരികയില്ല. ഇല്ല, ചാകുകയില്ല. 10,000 DC ഒരു അടിയാണ്. ആനയ്ക്കാന്നേലും 55,000 DC ഒരു അടി അടിക്കുന്നേ ഉള്ളൂ. ചാകാനല്ലല്ലോ സർക്കാർ ഇതേ കണ്ടോ പന്നി കയറുന്നതാണ്. ഇതല്ല ഇത് മുഴുവൻ പിടത്തിയിട്ടേക്കുന്ന ഈ പന്നി പിന്നെ സോളാർ ഇല്ലാഞ്ഞ കൊണ്ടുള്ളത് ചെയ്യുന്നതാണ്. അദ്ദേഹം ഈ കൃഷി ചെയ്യുന്ന സമയത്ത് തന്നെ വന്യമൃഗങ്ങളുടെ ഭയങ്കരമായ ശല്യം ഉണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് അദ്ദേഹം സോളാർ ഫെൻസിങ്ങിനെ പറ്റിയിട്ട് അന്വേഷിക്കുന്നതും ആ സാധനം ഇടുന്നതൊക്കെ. ഇട്ടതിന് ശേഷം ആ സംഗതി അന്വേഷിക്കുന്ന സമയത്ത് പല കമ്പനികളുമായി ബന്ധപ്പെട്ട് സബ്സിഡി നിരക്കിലൊക്കെ ആ സോളാർ ഫെൻസിങ് ഇടേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഭയങ്കര റേറ്റാണ് പല കമ്പനികളും പറയുന്നത്. അങ്ങനെ അദ്ദേഹം സ്വന്തമായിട്ട് എന്നാൽ ഇതെന്തുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് ചിന്തിച്ച് യൂട്യൂബ് ഒന്നും നോക്കിയിട്ടല്ല, അല്ലാതെ തന്നെ ഇതിനെക്കുറിച്ച് പഠിച്ച് അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളൊക്കെ പഠിച്ചിട്ട് ആൾ സ്വന്തമായിട്ട് കൃഷിയിടത്തിന് ചുറ്റും സോളാർ ഫെൻസിങ് നടത്തിയപ്പോൾ വളരെ തുച്ഛമായ ഒരു പൈസ അതായത് മുടക്കായുള്ളൂ. അപ്പോൾ അദ്ദേഹം ചിന്തിച്ച് എന്തുകൊണ്ട് ഇത് കർഷകർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ തനിക്ക് ചെയ്തുകൂടാന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പരിചയമുള്ള എല്ലാ കർഷകർക്കും അദ്ദേഹം ഈ ഒരു റേറ്റിന് ചെറിയൊരു ലാഭം അദ്ദേഹത്തിന് കിട്ടുന്നൊരു ലാഭം ഇടും. അദ്ദേഹം ഈ സബ്സിഡി നിരക്കിലൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റുന്നൊരു സാഹചര്യമില്ല, കാരണം അത് സർക്കാരുമായി ബന്ധപ്പെട്ടും. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം അല്ലാതെ തന്നെ കർഷകർക്ക് വളരെ ചിലവ് ചുരുങ്ങുന്ന രീതിയിൽ ഈ സോളാർ ഫെൻസിങ് ഇട്ട് നൽകുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും അടിപൊളി ഒരു കർഷകനാണ് നന്ദകുമാർ ചേട്ടൻ. ഞാനൊരു 7 വർഷമായിട്ട് എൻ്റെ കൃഷിസ്ഥലത്ത് സോളാർ ഫെൻസിങ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വന്യമൃഗങ്ങളുടെ ശല്യം കുറവാണ്. അത് നമ്മൾ പിന്നെ കെട്ടിടങ്ങളൊന്നുമില്ല എങ്കിൽ ഇതുപോലെ ഫ്രെയിം ഉണ്ടാക്കി ഫ്രെയിമിൻ്റെ മണ്ടയ്ക്ക് പാനൽ വെക്കുക. പാനലിൽ നിന്ന് വരുന്ന പൈപ്പിൽ അതിനകത്ത് ഒരു ബോക്സ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ബാറ്ററിയെ ഈ പിന്നെ മെഷീനും കൂടെ വെക്കുക. ഈ പിന്നെ ഇൻവേർട്ടർ മെഷീൻ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പവർ 35 ഏക്കർ വരെ കൊടുക്കാവും ഈ ഒരു മെഷീനിൽ നിന്നും. ഇൻവേർട്ടറല്ലേ? അതിന് എന്നാ റേറ്റ് വരും? ഇതിന് വേണ്ട 7,000 രൂപ വരും. ഈ ബാറ്ററി ആണെങ്കിൽ നമുക്ക് ഈ പിന്നെ പാനലിൽ നിന്ന് ഈ ബാറ്ററി സ്റ്റോർ ചെയ്യും പിന്നെ കറണ്ട്. എന്നിട്ട് രാത്രിയിൽ ഇത് നമുക്ക് വിട്ടു തരുക. അപ്പോൾ ഇത് നമുക്ക് 24 മണിക്കൂർ വേണേൽ 24 മണിക്കൂർ ഇടാം, 12 മണിക്കൂർ വേണേൽ 12 മണിക്കൂർ ഇടാം. അങ്ങനെ ഇത് ഓട്ടോമാറ്റിക്കാണ്, സെറ്റ് ചെയ്തില്ല. ഇപ്പം 24 മണിക്കൂർ ഇട്ട് കഴിയുമ്പോൾ ഇത് മുറ്റിയും കറണ്ട് ആകും. അപ്പം ഒരു മനുഷ്യൻ പോലും കയറുകയില്ല. ഒരു 4 ലൈനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മനുഷ്യൻ പോലും കയറുകയില്ല. അപകടം ഉണ്ടാവും ഇല്ല. ഒരു ജീവി പോലും ഒരു ഈച്ച പോലും ചാവുകയില്ല. നമ്മൾ ഈ സോളാർ ഫെൻസിങ് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഞാൻ എല്ലാ കർഷകർക്കും ചെയ്തു കൊടുക്കുന്നുണ്ട്. ചാർജ് കുറച്ച്, കാരണം നമുക്ക് കർഷകരെ സഹായിക്കാവുന്ന രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് സബ്സിഡി ഉണ്ടോ സർക്കാരിൻ്റെ? BOCK വഴി സബ്സിഡി കിട്ടുന്നുണ്ട്. ഞാൻ കിട്ടിയത് എനിക്ക് ആദ്യം BOCK നിന്നാണ് നമുക്കിത് പിന്നെ ഒപ്പിച്ച് തന്നത്, ആദ്യം ചെയ്തത്. അതിന് സബ്സിഡിയും തന്നതാണ്. അപ്പം അത് കഴിഞ്ഞപ്പം തൊട്ടാണ് ഞാൻ ഇത് പലയിടത്തും പോയി ഞാൻ ഇത് കണ്ട് ആണ് ചെയ്തത്. കാരണം ആദ്യം ഞാൻ ഇത് ഇടാനായിട്ട് BOCK സബ്സിഡി കിട്ടിയപ്പോൾ ഒരാളിനെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു വരുന്നതിന് 10,000 രൂപ വേണം, പിന്നെ ഇടുന്നതിന് ഇത്ര രൂപ വേണം എന്നെല്ലാം പറഞ്ഞ് എന്നെ ഇതാക്കിയപ്പം പിന്നെ ഞാനിത് ഇട്ടേക്കുന്നിടത്ത് പോയി ഫോട്ടോ എടുത്ത് കണ്ടുപഠിച്ച് അവിടുന്ന് തന്നെ ഞാൻ എല്ലാവർക്കും ഇട്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇതിന് നമുക്കിത് മൊത്തം എത്ര രൂപ മുടക്കായി? നമുക്കിപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്കൊരു 35 രൂപയോളം താഴെ വരുന്നുള്ളൂ.
ഒരേക്കറിൽ? ഒരേക്കറിൻ്റെ പൈപ്പും ഇതുമെല്ലാം കൂടി. ആ ഓക്കെ. എനിക്കിത് അതിൻ്റെ ഒന്ന് വിവരിച്ചല്ലോ എങ്ങനെയാണ്? ഈ സോളാർ ഒരെണ്ണം മതിയോ ഈ ഒരു? അതായത് 35 ഏക്കറിലേക്ക് നമുക്ക് ഒരു സോളാർ മതി. ഇതിന് എന്നാ റേറ്റ് വരും? അതിനൊരു 3500 രൂപ 4000 രൂപ താഴെ വരുന്നുള്ളൂ. ആ സോളാറിൻ്റെ ഒരു അതിൽ ഉപയോഗിച്ചിരിക്കുന്ന പൈപ്പ് എന്ന് പറയുന്നത്? ആ പൈപ്പ് നമ്മൾ വേറെ ഫ്രെയിം ഉണ്ടാക്കിക്കുവാണ്. ഓക്കെ ഓക്കെ. ആ ഫ്രെയിമും ഈ ബോക്സും ഒക്കെ നമ്മൾ ഉണ്ടാക്കിച്ചതാണ്. പിന്നെ ഉള്ളത് ഇൻവേർട്ടർ. ഈ ഇൻവേർട്ടറിൽ നിന്നാണ് ഈ കറണ്ടിന്റെ എല്ലാ സംഗതികളും പോകുന്നത്. ഈ ബാറ്ററിയിൽ എത്ര കണക്ഷൻ ഉണ്ട്? ഇതിന്റെ ഒറ്റ കണക്ഷൻ? ഇതിന് ഒരു കണക്ഷൻ ഉള്ളൂ. കാരണം നെഗറ്റീവും പോസിറ്റീവും വരുന്നുണ്ട്. പിന്നെ ഈ ബെയറിന് ഏതാണ്ട് ഒരു മീറ്ററിന് 70 രൂപ വിലയാണ്. അതാണ് ഒറ്റ കമ്പിയേ ഉള്ളൂ അതിനകത്ത്. അതായത് ഈ വരുന്ന ഈ ബെയർ ഇത് വന്നിട്ട് ആ കണക്ഷനെ കൊടുക്കും. അത് ആ ബെയറിലേക്ക് കൊടുത്തേക്കുന്നത്. ഇത് നമ്മളെ ഫെൻസിങ്ങിലേക്ക് കൊടുക്കും. ഫെൻസിങ്ങിനെങ്ങനെ പിന്നെ വാട്ട് ചെയ്യുന്നത് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇതാവുക. കാരണം ഈ ചാർജ് രാത്രി വിട്ടു കൊടുക്കുക. പകൽ ഇത് സ്റ്റോർ ചെയ്തുകൊണ്ട് രാത്രി വിട്ടു. ബാറ്ററി എത്രയുടെ അത്? ഇത് 60-ൻ്റെയാണ്. അത് മതി നമുക്ക് ഇത്ര 40-ൻ്റെ മതി. പിന്നെ ഇത് ഇപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ഈ അലാറം കൂടി ഇട്ട് കഴിയുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ടച്ചിങ് ഉണ്ടെങ്കിൽ അലാറം അടിക്കും. ടച്ചിങ് ഉണ്ട്. എവിടെയോ കമ്പിയെ മുട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ വല്ല വള്ളി മണ്ടയ്ക്ക് കയറി കിടപ്പുണ്ട്. അതുകൊണ്ടാണ് അലാറം ഉണ്ടാകുന്നത്. ഇതിന് വേറെ മെയിൻ്റെനൻസ് ഒന്നുമില്ല. മെയിൻ്റെനൻസ് ഇതിന് മാത്രമേ വരുന്നുള്ളൂ. ഇതിനകത്തെ ബോർഡ് വല്ലതും ഇടിവെട്ടി പോവുകയോ വല്ലതും ചെയ്താൽ നമുക്കത് കൊണ്ടുപോയി കൊടുത്താൽ അവർ വന്നിട്ടുണ്ടെങ്കിൽ നന്നാക്കി തരും. ഓക്കെ. ഇനി ഇതെങ്ങനെ ഫിറ്റ് ചെയ്യുന്നതെന്ന് ഒന്ന് പറഞ്ഞു. ഇത് ഫിറ്റ് ചെയ്യുന്നത് നമ്മൾ പിന്നെ കാലുകൾ നാട്ടിയിട്ട് ക്ലിപ്പ് വെച്ച് കെട്ടുക. പിന്നെ ജംബോ ക്ലിപ്പ് ആണെങ്കിൽ നമുക്ക് കൂടുതൽ വെള്ളമയം വീണാൽ ഇത് അടുപ്പിലോട്ട് അടുക്ക് സ്പാർക്കിംഗ് ഉണ്ടാകുകയില്ല. ഇത് ജംബോ എന്ന് പറയുന്ന ക്ലിപ്പാണ്. ഇത് നമ്മൾ ഇത് ഇച്ചിരി ചെയ്യുക. അത് കണ്ടോ, ഇത് കണ്ട് ഇങ്ങനെ വെച്ച് കമ്പി വെച്ച് ഇത് കെട്ടുക. ഇത് ഊരിയെടുക്കാവുന്ന. ഇതിപ്പം നമ്മൾ ഈ കമ്പി വെച്ച് ഇത് ക്ലിപ്പ് ഇങ്ങനെ കെട്ടി ടൈറ്റ് ആക്കിയിട്ട് ഈ ടൈറ്റ് ആകുമ്പോൾ ഇതിനൊരു ഇതുണ്ട്, വെട്ടുണ്ട്. ആ വെട്ടിലേക്ക് ഇത് കയറ്റി ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇത് ഇതായിട്ട് നിൽക്കും. ഇത്രയേ ഉള്ളൂ. ഇതാകുമ്പോൾ ഈ കമ്പിയിലേക്ക് ഇത് വരത്തില്ല. അല്ലെങ്കിൽ സ്പാർക്കിംഗ് ആകും, ഇങ്ങോട്ട് ചേർന്നുള്ളതാകും. അതായത് എന്നാ ചോദിച്ചാൽ ഇതിൽ വെള്ളമയമാകുമ്പോൾ എർത്തിങ് കൂടുതൽ വരും. ഇതിലാണ് എർത്തിങ് വരുന്നത്. എർത്ത് കൊടുത്തേക്കുന്ന വേറെ ഇതാണ് വരുന്നത്. നമ്മളിങ്ങനെ ഒരു എർത്തിങ് വന്നിട്ട് ഈ എർത്തിലാണ് നമ്മൾ ഇവിടുന്ന് വരുന്ന ലൈൻ ഒന്ന് എർത്ത് കൊടുക്കുക. ആ മെഷീനിൽ നിന്ന് വരുന്ന വേറെ ഒന്ന് എർത്തിനും ഒന്ന് ബേസിനുമാണ് വരുന്നത്. ഈ ബേസിന് കൊടുക്കുന്നത് ചുവന്ന വട്ടണയിൽ നിന്ന് വരുന്നതും മറ്റേത് നീല കറുത്ത വട്ടണയിൽ വരുന്നതുമാണ്. ഇത് സ്റ്റീലിൻ്റെയാണ്. ഇത് കാരണം നമ്മൾ കോൺക്രീറ്റ് ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് ഇത്രയും കമ്പി ഇടുവാണ് നമുക്ക് നല്ലത്. കോൺക്രീറ്റ് ചെയ്തതിലേ മാത്രമേ GA കമ്പി വലിച്ചാൽ നിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ പറഞ്ഞിഞ്ഞ് പോരും. അതെന്താ അതിൻ്റെ അറ്റത്ത് വെച്ചേക്കുന്നത്? ഇത് കോർണർ ക്ലിപ്പാണ്. അതായത് ഒരു മൂലയ്ക്ക് വരുമ്പോൾ ഈ കോർണർ ക്ലിപ്പേന്ന് കൊടുത്തില്ലെങ്കിൽ എന്നാ ചോദിച്ചാൽ ഈ ടച്ചിങ് ആകും. മറ്റേ ക്ലിപ്പ് മേലോട്ട് തട്ടിപ്പോവും. ഈ കോർണർ ക്ലിപ്പ് ആകുമ്പോൾ ഈ അവിടെ നിന്ന് വരുന്ന കോർണർ ക്ലിപ്പ് ഇവിടോട്ട് ചെന്ന് കിടക്കുക, ഇവിടുന്ന് ഇവിടെ വരിക. ഇതിന് ഓരോന്നിനും ഓരോ വിലയാണ്, ഓരോ ക്ലിപ്പിന്. ഇതൊക്കെ ലാസ്റ്റ് ചെയ്തോളൂ കുറേ? ഇത് ഒത്തിരി വർഷങ്ങൾ കിടക്കും. ഇതാ ഫൈബറാ. ഈ കമ്പിയൊക്കെ ഇങ്ങനത്തെ സാധാ കമ്പി ഇട്ടാൽ മതി? നമ്മുടെ സാധാ കമ്പി. നമ്മൾ ഏതെന്ന് ചോദിച്ചാൽ ചിലവ് കുറച്ചിടാനായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മൾ 8 mm 10 mm കമ്പി ഇട്ടാലും നമുക്കിവിടെ കാര്യങ്ങൾ നടക്കും. ഇരുമ്പ് പൈപ്പ് ഇട്ട് കോൺക്രീറ്റ് ചെയ്താലും കാര്യം നടക്കും. ഇരുമ്പ് പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ അതൊരു പെർമനന്റ് ആയിട്ട് കിടന്നോളും. ഞാൻ ചോദിക്കട്ടെ, വേറെ കാര്യം ചോദിക്കട്ടെ. നമ്മൾ സാധാരണ ഫെൻസിങ് മുള്ളുവേലിയൊക്കെ എടുത്ത് അതിന്റെ സൈഡിൽ കൂടി അതിടന്നെ എർത്താകാതിരിക്കണമെന്നേ ഉള്ളൂ. മുള്ളുവേലിയുടെ പുറത്തുകൂടെയുള്ള ഇടാനൊക്കുള്ളൂ, അകത്തിടാനൊക്കുകയില്ല. കാരണം മുള്ളുവേലി ഇത് ടച്ചിങ് ആകില്ല. ഈ കമ്പി ടച്ചിങ് ആയി പോയാൽ എർത്തായിപ്പോവും. അപ്പം ബാറ്ററി ഡൗൺ ആയിപ്പോവും. അപ്പം മുള്ളുവേലി ഉള്ളിടത്ത് ഇത് പ്രായോഗികതയല്ല. പ്രായോഗികമാകാം. അകത്തൂടെ ആ കാലേ കൂടെ ക്ലിപ്പ് വെച്ച് കെട്ടിയിട്ട് പുറത്തേക്ക് തള്ളി കിട്ടണം. ഈ മുള്ളുവേലിയുമായിട്ട് ഒരു ടച്ചിങ്ങും ഇല്ല. പിന്നെ മുള്ളുവേലിയെ വേണേൽ നമുക്ക് എർത്ത് കൊടുക്കാം എന്ന് മാത്രമേ ഒക്കുള്ളൂ. പേസ് വരുന്ന വേറെ കൂടെ പോകണം. അല്ലെങ്കിൽ നമ്മൾ ഈ പിന്നെ നമ്മുടെ ഇപ്പം നെറ്റ് വെച്ച് കെട്ടിയെന്ന് പറഞ്ഞാലും പന്നി കയറും. കാരണം എന്ന് വെച്ചാൽ അടി കൂടെ തുരങ്കം ഉണ്ടാക്കി അവർ കയറുന്നത്. ഇപ്പം ഇവിടെ എല്ലാം ചെയ്തെടുത്ത് ഞാൻ പിന്നെ രണ്ടാമത് ഇപ്പം ഫെൻസിങ് ഇട്ടുകൊണ്ടിരിക്കുക. ഇതിപ്പം 4 കമ്പിയോ 5 കമ്പിയോ 3 കമ്പിയോ ഒക്കെ വലിക്കാം. ഈ 2 എണ്ണം ഉണ്ടെങ്കിൽ പോലും ഒരു പന്നി കയറുകയില്ല. അത് മതി. പന്നിയെ ഓടിക്കാനാണെങ്കിൽ 2 കമ്പി മതി. നമ്മളിപ്പോ ഈ ഒരു കാലിടുന്നില്ലേ, നമ്മുടെ ഈ ഒരു കാല്, ഇപ്പൊ ഇതിന് വലിയ ബലം എന്ന് പറയാൻ ഇല്ല. അപ്പൊ ആന വന്ന് തട്ടി കഴിഞ്ഞ് ഇത് ആനക്കിടുമ്പോൾ നമ്മൾ 20 അടി പൊക്കത്തിലാണ് ഇടുന്നത്. 20 അടി പൊക്കത്തിൽ ഇട്ടിട്ട് ഇതുപോലെ കാലല്ല, ഒരു 40 മീറ്റർ നീളത്തിൽ ഓരോ കാല് നാട്ടിക്കൊണ്ട് ആ കാലേന്ന് ലൈൻ വലിച്ച് അതേ സ്പ്രിങ് താഴോട്ട് തൂക്കിയിട്ട് കൊടുക്കുക. നിലത്ത് മുട്ടുന്നില്ല. അതായത് ആന മറ്റേത് അടുപ്പിച്ചടുപ്പിച്ച് കാല് നാട്ടിക്കഴിഞ്ഞാൽ ആ കാലെ കൊണ്ടുവന്ന് ഉണങ്ങിയ തടയി കൊണ്ടിട്ടിട്ട് ഇപ്പം മറ്റേ തട്ടി കളഞ്ഞിട്ട് കയറി പോകും. ഈ മറ്റേതാകുമ്പം അടുക്ക വരുമ്പോഴേ കാണത്തുള്ളൂ. അങ്ങനെ ടെക്നിക്കലുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ടെക്നിക്കിലാണ് നമ്മളിപ്പം ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു ഹൈറ്റ് ഇതിപ്പോൾ ഒരു 3 അടി 2 അടി പോലും ഹൈറ്റ് ഇല്ല. 2 അടി 2.5 അടി ആ ഹൈറ്റ് ചാടി കയറുകയില്ല. ഒരു പന്നിയും ചാടി കയറുകയില്ല. കാരണം എന്നറിയാമോ, ഇതിനടുക്ക വന്നു കഴിയുമ്പോൾ ഇതിന് മുഖം താണല്ലേ വരുന്നത്.
അതുകൊണ്ട് അടുക്ക വരുമ്പോഴായിരിക്കും ആടി കിട്ടുന്നത്. അവിടെ ചാടുകയില്ല. പിന്നെ വലിയ കയ്യാലേന്ന് മണ്ടയ്ക്കൊന്നും എല്ലാം ചാടുവാണെങ്കിൽ മാത്രമേ വരുന്നുള്ളൂ. എന്നാലും ഈ ലൈനകത്തേക്ക് ചാടാനായിട്ട് വലിയ പേടിയാണ്. ചേട്ടാ, നമ്മൾ ഈ ഫെൻസിങ് ഇടുമ്പോഴേ നമുക്ക് ഈ ഒരു കാലിന് വേറെ തടി ഉപയോഗിക്കാൻ പറ്റുമോ? ഓക്കെ, കൊന്നക്കാലുകൾ ഉപയോഗിക്കാം. കൊന്നയുടെ പച്ച കമ്പ് നാട്ടി ഉപയോഗിക്കാം. പക്ഷേ അത് കിളിച്ച് കയറി വരുന്നത് മുഴുവൻ കട്ട് ചെയ്ത് വിടണം. അത് ഇല വന്ന് ടച്ചിങ് ചെയ്യല്ല. ഉണ്ടോ ഇല്ലയോ എന്ന് ഏത് സമയത്തും അറിയാനായിട്ട് ഇത് പൾസായിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ചുമന്ന് അടിച്ചാൽ ഞാനിപ്പോൾ ഓണാക്കി കാണിക്കാം. ഇത് മുഴുവനും മഞ്ചേരിക്കുറൻ ഏത്തവാഴ വിത്താണ്. ഇത് ഞങ്ങൾ പാകി കിളിച്ച് കഴിഞ്ഞിട്ട് ഇത് പറിച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് വലിയ വിത്ത് ഓരോ കുഴിയിലും ചെറിയ വിത്ത് മറ്റു കുഴികളും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വളം കുറച്ച് വലിയ വാഴയ്ക്ക് കൊടുത്താൽ മതി. ചെറിയ വാഴയ്ക്ക് ഒരു വളം കൂട്ടി കൊടുക്കുമ്പോൾ നമുക്ക് ഒരുപോലെ വാഴ ഒന്നിച്ച് കുലയ്ക്കും. പാകുന്ന ഒന്നിച്ച് ചുമ്മാതെ നിരനിരപ്പ് വെച്ചാൽ മതി. അല്ലാതെ മണ്ണൊന്നും വിട്ടു കൊടുക്കണ്ട. ചുമ്മാ നിരനിരപ്പ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. വെച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വാഴ ഇങ്ങനെ കയറി വരും. മൂടിയിടണ്ട. മൂടിയിടുന്ന ഞങ്ങളിപ്പോൾ ഈ ഇതായതുകൊണ്ട് മൂടിയിട്ടേ ഉള്ളൂ. മൂടിയിടണമെന്നില്ല, വെച്ചാൽ മതി. അപ്പം ഒരു ഇപ്പോൾ ഇത് വേണ്ട 1 മാസം ആകുന്നു. അപ്പം നമുക്കുണ്ടല്ലോ എളുപ്പം വാഴ നമുക്ക് കയറി വരും. തണലത്ത് വെച്ച് കൊടുക്കണം. ഒന്നും വേണ്ട. അത് വിത്ത് കൂടുതൽ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ മാത്രം ചാണകമൊക്കെ ഉണ്ടാക്കിയാൽ മതി. നമുക്ക് ഈ ഒരു വാഴയിൽ നിന്ന് ഒരു വിത്ത് മതിയല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത്. അതാണ് കുലശേഖരം എന്ന് പറഞ്ഞ വാഴ വിത്ത. പക്ഷേ ഇതിനെ ഒരു കൊല 14 കിലോ 16 കിലോ കിട്ടുന്നുണ്ട്. നമുക്കിപ്പോൾ 60 രൂപ വില കിട്ടുന്നുമുണ്ട്. അത് 5.5 മാസം കൊണ്ട് വലിച്ചു. ഹൈറ്റ് കുറവാണ്. കാരണം അതിന് കാലൊന്നും ഞാൻ നാട്ടിയിട്ടില്ല ഇന്ന് വരെയും. കാരണം ഇവിടെ വാഴയ്ക്ക് മാണക്കേടുണ്ടാകുന്നതിന് KVK എന്ന് നമുക്ക് ഒരു മരുന്ന് തന്നായിരുന്നു. ആ മരുന്ന് ശർക്കരയുമായിട്ട് പുളിപ്പിച്ച് ഇതിനെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. 4-ാം മാസവും 6-ാം മാസവും 5-ാം മാസവും ഒഴിച്ചാൽ മതി. ഈ വാഴയ്ക്ക് ഒരു കേടും ഉണ്ടായില്ല. ഇതിൻ്റെ വിത്ത് പോലും ഒരു കേടും ഇല്ലാതെ നിൽക്കുക. നടുന്നതിന് വാഴയ്ക്ക് കുഴിയെടുത്തിട്ട് ജൈവവളം എന്തായാലും ചാണകപ്പൊടി ആയാലും കോഴിക്കാട്ടമായാലും ആട്ടിൻകാട്ടമായാലും എന്തായാലും 10 കിലോ വീതം ഓരോ കുഴിയിലിടണം. അതിൻ്റെ കൂടെ കുമ്മായം ഇട്ട് കൊടുത്ത് വളം മണ്ണ് പരുവപ്പെടുത്തിയാണ് വാഴവിത്ത് നടുന്നത്. നട്ട് കഴിഞ്ഞ് കിളിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലുപൊടിയോ വേപ്പും പിണ്ണാക്ക എല്ലുപൊടി അധികം ഉപയോഗിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ എല്ലുപൊടി എല്ലാം കെമിക്കൽ ഒഴിച്ച് പൊടിക്കുന്നതുകൊണ്ടാണ് എല്ലുപൊടി അധികം ഉപയോഗിക്കുന്നില്ല. ഇപ്പം പിന്നെ കൂടുതലും ഉപയോഗിക്കുന്നത് ഞങ്ങൾ യൂറിയ പൊട്ടാഷാണ് ഇതിന് ഉപയോഗിക്കുന്നത്. 100 ഗ്രാം യൂറിയ പൊട്ടാഷ്യമാണ് ഈ വാഴയ്ക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ VFCക്ക് ഹയർ എന്ന് പറയുന്ന ഒരു വളമുണ്ട്. അത് 100 ഗ്രാം വീതം ഒരു വാഴയ്ക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എല്ലാ മൂലകങ്ങളും അതിനകത്ത് അടങ്ങിയിരിക്കും. 4-5 വട വിരിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഈ മലവാഴയുടെ കൂമ്പ് പോലെ ആയിപ്പോയി. എന്നാലും അതിന് വാഴയ്ക്കായ്ക്ക് ഒരു കുഴപ്പമില്ല. നല്ല തൂക്കമായിരുന്നു. 10-16 കിലോ ഉണ്ടായിരുന്നു വാഴപ്പല. 4 പടലേ ഉള്ളൂ. പക്ഷേ 10-16 കിലോ കിട്ടുമായിരുന്നു. ഇപ്പം തന്നെ നിൽക്കുന്നത് കണ്ടോ, 4 പടലേ ഉള്ളൂ. കണ്ടോ, ആ വാഴക്കൊല വീറി വരുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞു. കാരണം ഇതിനകത്ത് 3/4 കൊല വെട്ടിക്കഴിഞ്ഞു. മഞ്ചേരിക്കുരുളെന്ന് പറയുന്ന വാഴവിത്ത് എന്ന് പറയുന്ന പൊക്കക്കുറവാണ്. അപ്പം നമുക്ക് കാലുകൾ നാട്ടണ്ട. കർഷകർക്ക് 4.5 മാസം കൊണ്ട് കൊലയ്ക്കും. വെള്ളം കയറുന്നിടത്തൊക്കെ ആകുമ്പോൾ എളുപ്പം നേരത്തെ വെച്ച് നമുക്ക് കൊല വെട്ടി മാറാം. രണ്ടാമത് 1 വർഷം 2 കൃഷി ചെയ്യാം. അതാണ് അതിനകത്തെ പ്രയോജനം. കാരണം വാഴയ്ക്ക് പൊക്കക്കുറവായതുകൊണ്ട് നമുക്ക് നിലത്ത് നിന്ന് തന്നെ കൊല വെട്ടാം. അപ്പം നമുക്ക് നാട്ടിക്കെട്ടോ അങ്ങനെയുള്ള ചിലവുകൾ കുറയുന്നു. ഈ 4.5 മാസം കൊണ്ട് കുലയ്ക്കണമെങ്കിൽ ഈ 5 വളവും നമ്മൾ 6 വളവും ചെയ്തു കൊടുക്കണം. 15-20 ദിവസം ആകുന്നതിന് മുമ്പായിട്ട് വളവും ചെയ്തു കൊടുത്താൽ മാത്രമേ ഈ 4.5 മാസം കൊണ്ട് അത് കുലയ്ക്കുള്ളൂ. ഇത് എത്ര കിലോ വരും? 10 മുതൽ 12 കിലോ വരെ കിട്ടുന്നുണ്ട്. വാഴ കൃഷി ഒരു ലാഭകരമായ കൃഷിയാണോ? ലാഭകൃഷി വാഴക്കൃഷി അതായത് ഓണത്തിന് നമ്മൾ വെട്ടാനും മാത്രം നോക്കിയാൽ ലാഭമല്ല. കാരണം എന്ന് വെച്ചാൽ ഓണത്തിന് മുമ്പാണെങ്കിൽ ഈ കൊല്ലം നമുക്ക് 80 രൂപ 90 വരെ വില വന്നു. എന്നാൽ ഓണമായപ്പോൾ സർക്കാർ ഈ കർഷകർക്ക് ഈ ഒരു പണി തന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സബ്സിഡി നിരക്കിൽ വാഴ കൃഷിഭവൻ മുഖാന്തരം കച്ചവടം നടത്തുമ്പോൾ നമുക്ക് വിപണിയിൽ വാഴക്കൊലയ്ക്ക് വില കുറച്ചു. അതാണ് ഞങ്ങൾ അനുഭവമായിട്ടുണ്ടാകുന്നത്. കാരണം അങ്ങനെ വരുമ്പോൾ കൃഷിഭവൻ്റെ നമ്മൾ 80 രൂപയ്ക്ക് നമ്മൾ അവർ സബ്സിഡിയിൽ എടുത്തിട്ട് അവരെടുക്കാവുന്ന ഒരു തുച്ഛമായ രീതിയിലല്ലേ എടുക്കുകയുള്ളൂ. നമ്മൾ 10,000 വാഴ ഉണ്ടാക്കിയാൽ അവരെടുക്കാൻ നോക്കുകയല്ലോ. അപ്പോൾ അത് വിപണി ചെന്ന് കഴിയുമ്പോൾ അതിന് ശകലം വില കുറവ് വരും. എന്നാൽ ഈ ഓണത്തിന് മുമ്പായിരുന്നപ്പോൾ നമുക്ക് വില കൂടുതലായിരുന്നു. നമുക്ക് ഒരു ഏക്കർ സ്ഥലത്ത് നിന്ന് വാഴ കൃഷി ചെയ്ത് എത്ര വരുമാനം? നമുക്ക് 1 ഏക്കറിൽ നിന്ന് പറയുന്നത് നമ്മൾ ഒരു 1000-1200 വാഴ വെക്കാം. ആവറേജ് കണക്കാക്കി നമുക്കൊരു 10 കിലോ വീതം കിട്ടിയാൽ 500 രൂപ വെച്ച് കിട്ടിയാലും നമുക്ക് ഒരു 5 ലക്ഷം രൂപ കയ്യിലെടുക്കാം. നമുക്കൊരു 2 ലക്ഷം മുടക്കിക്കൂ. എന്നാലും ലാഭമുണ്ട്. പക്ഷേ പ്രകൃതി എല്ലാം കനിഞ്ഞേ മാത്രമേ കിട്ടുകയുള്ളൂ. കാരണം പ്രകൃതിക്ഷോഭം മുഖാന്തരം പോകുക. അതുപോലെ തന്നെ ഇൻഷുറൻസ് ചെയ്യുന്ന പൈസ സർക്കാർ തരുന്നില്ല.
പിന്നെ ഈ കർഷകർ ഒരു വാഴയ്ക്ക് 3 രൂപ വെച്ച് ഇൻഷുർ ചെയ്യും. 21 തന്നെ പിന്നെ ഇന്ന് വരെ ആർക്കും കർഷകർക്ക് കാശ് കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെ കർഷകർ ശരിയാവുന്നു? വാഴക്കൃഷിക്ക് അമിതമായ വളങ്ങൾ ചെയ്യരുത്. കാരണം ഒരു വാഴ 15 ദിവസം കൊണ്ട് ഒറ്റ കയ്യേ വരുള്ളൂ. ആ ഒരു കൈ വരുന്നതുകൊണ്ട് എന്താ കാര്യമെന്ന് ചോദിച്ചാൽ നമ്മൾ ഇടുന്ന വളത്തിൻ്റെ 100 ഗ്രാം വളമേ ആ വാഴ വലിക്കുന്നുള്ളൂ. അതിനെങ്കിൽ നമ്മൾ 100 150 ഇട്ട് അതിൽ കൂടുതൽ ഇട്ട് കൊടുക്കുമ്പോൾ വെള്ളം അത് വേസ്റ്റായിട്ട് ആവിയായി വളം നഷ്ടപ്പെട്ടു പോയുള്ളൂ. അപ്പം കർഷകർക്ക് കൂടുതൽ നഷ്ടമുണ്ടാകുന്നു. ഒന്നാമത്. രണ്ടാമത് പിന്നെ 19, 19, 20, 20 അങ്ങനെയൊക്കെയുള്ള വളങ്ങൾ മേടിച്ചിടുമ്പോൾ അതിനകത്ത് 80% പോലും വളമായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഉണ്ടല്ലോ വാഴയ്ക്ക് ഇടുന്ന വളം അത് വലിച്ചെടുക്കും. അതിനാ 100 ഗ്രാം ഇടാൻ പറഞ്ഞത്. കാരണം 15 ദിവസം കൊണ്ട് 100 ഗ്രാം കൊടുക്കുക. ഞാനാണെങ്കിൽ 1000 വാഴ ചെയ്താൽ നമ്മൾ ഒരു വേക്ക് 100 ഗ്രാം വളമേ ഒരു വാഴയ്ക്ക് ഇടുന്നുള്ളൂ. ആ വാഴ ഇടുന്നതുകൊണ്ട് നമുക്ക് എന്നാ ഉണ്ട്, നമുക്ക് നഷ്ടം വരുന്നില്ല. 5 വളമല്ല 6 വളം ഇട്ട് കൊടുക്കുമ്പോൾ വാഴ കുലയ്ക്കുന്നു. വാഴ കുലച്ചാൽ നമുക്ക് പിന്നെ വാഴ കുലച്ച് കഴിഞ്ഞാൽ SOP എന്ന് പറഞ്ഞ സമയം പൊട്ടാസ്യം സൾഫേറ്റ് കിട്ടും. അത് 15 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി കുല സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. 15 ഗ്രാം കലക്കി കഴിഞ്ഞാൽ നമുക്ക് 4 വാഴയ്ക്ക് 5 വാഴയ്ക്ക് അടിക്കാം. നമുക്ക് അവിടുന്ന് ലാഭമാണ്. 150 രൂപ കൊടുത്താൽ മതി 1 കിലോയ്ക്ക്. അപ്പോൾ കായ നമ്മുടെ ഇരട്ടി വലിപ്പത്തിൽ കിട്ടും. നമുക്കപ്പം കർഷകരിൽ ലാഭരഹിതമായി കൃഷി ചെയ്യാനായിട്ട് നോക്കിയാൽ മാത്രമേ ലാഭമാകുള്ളൂ.